എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ഏഴര ശനിനെ കുറിച്ചാണ്. ഏഴര ശനി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 7.5 വർഷം ശനിയുടെ ഒരു സമയമാണ്. അപ്പോൾ ഏഴര ശനി, അഷ്ടമ ശനി, കണ്ടക ശനി ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഏഴര ശനിനെ കുറിച്ചാണ്. ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ്. കാരണം ശനി പറഞ്ഞാൽ ആയുർകാരകനാണ്. പിന്നെ ശനി പറഞ്ഞാൽ എല്ലാത്തിനൊരു മന്ദത അനുഭവപ്പെടുന്നൊരു ഗ്രഹം കൂടിയാണ്. രാശിചക്രത്തിൽ ഏറ്റവും അവസാനം സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അതുകൊണ്ട് തന്നെ അത് വളരെ സ്ലോവിലാണ് സഞ്ചരിക്കുക. ഒരു രാശിചക്രം ഫുള്ള് സഞ്ചരിച്ച് തീരാൻ 30 വർഷം എടുക്കും. ഒരു രാശിയിൽ 2.5 വർഷമാണ്. അപ്പോൾ ഈ ഏഴര ശനി പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാളുടെ ചന്ദ്രലഗ്നം, അതായത് ജന്മക്കൂറ്, ചന്ദ്രൻ നിൽക്കുന്ന രാശി, നമ്മൾ ഗ്രഹനിലയിൽ ചാന്നെഴുതിനോ ചന്ദ്രൻ നിൽക്കുന്ന രാശി, ആ രാശിയുടെ 12 പിന്നെ ജന്മക്കൂറ് 2 ഈ 3 ഭാഗങ്ങളിലൂടെ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഏഴര ശനി എന്ന് പറയുന്നത്. 7 വർഷമാണ്. അതായത് ഒരു രാശിയിൽ 2.5 വർഷമാണല്ലോ, അങ്ങനെ 7 വർഷം. അപ്പോൾ 12ാം ഭാവം എന്ന് പറഞ്ഞാൽ തന്നെ രോഗം, നഷ്ടങ്ങൾ, ചെലവ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഭാവമാണ് 12. അപ്പോൾ 12 ലയസ്ഥാനമാണ്. അപ്പോൾ 12ൽ ആദ്യം ശനി എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുവിധം സാമ്പത്തിക നഷ്ടങ്ങൾ, കടങ്ങൾ, അങ്ങനെ രോഗങ്ങൾ എല്ലാം തുടങ്ങും ഈ 2.5 വർഷം. ഈ സമയത്തൊക്കെ വല്ല കേസോ ഗുൽമാലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തീരാൻ 7 വർഷം എടുക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏഴര ശനിയൊക്കെ ഉള്ള ആളുകൾ, തുടങ്ങുന്ന ആളുകൾ ആർക്കൊക്കെയാണ് ഇപ്പൊ ഏഴര ശനി ആർക്കൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ അവസാനം പറഞ്ഞുതരാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ്. പിന്നെ 2.5 വർഷം കഴിഞ്ഞാൽ ജന്മക്കൂറിക്ക് എത്തും. ജന്മക്കൂറിലെത്തുമ്പോഴും നമ്മൾ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടും. രോഗങ്ങളൊക്കെ നല്ല മൂർജിച്ച്, അതായത് ഒരു ആയുസ്സിൽ 3 വട്ടമാണ് ഏഴര ശനി വരിക. ഒന്നാമത്തെ അതിജീവിച്ചാൽ പിന്നെ രണ്ടാമത്തെ ഏഴര ശനിയിൽ അതിജീവിച്ച് പോവുകയാണെങ്കിൽ അയാൾക്ക് ദീർഘായുസ് എന്നാ പറയല്. മൂന്നാമത്തത് എന്തായാലും 90 വർഷം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ അങ്ങനെ 3 ഏഴര ശനിയാണ് ഒരു ആയുസ്സിലുണ്ടാവും. ഇപ്പം ഒന്നും ഉണ്ടാവില്ല, ഇപ്പം 2 ഉണ്ടാവുള്ളൂ. 2 ഉണ്ടാവില്ല. അപ്പം 45-50 വയസ്സാകുമ്പോഴേക്കും ആളെ ജനിച്ച ഉടനെ ഒരു ഏഴര ശനി വരികയാണെങ്കിൽ 2 കിട്ടും. പിന്നെ ഏഴര ശനിയുടെ അവസാന നാളുകളിലായിരിക്കും, രണ്ടാം ഭാഗത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് എല്ലാം ഒന്ന് ശരിയായി വരിക. ആ സമയത്തായിരിക്കും അധികം ആൾക്കാരും വിവാഹങ്ങൾ നടക്കുക, വാഹനങ്ങൾ, സ്വന്തം വീടുകളൊക്കെ നിർമ്മാണം തുടങ്ങിയാൽ അതൊക്കെ പെട്ടെന്ന് തീരുക, എല്ലാ ഉയർച്ചകളും വരുന്നൊരു സമയമാണ് ഏഴര ശനിയുടെ അവസാനം. അതോടുകൂടി നമ്മളെ ദുരിതങ്ങളൊക്കെ തീരും. അപ്പോൾ എല്ലാവർക്കും ഏഴര ശനി അങ്ങനെ ദോഷമായി ബാധിച്ചോളണമെന്നില്ല കേട്ടോ. അവരുടെ ഗ്രഹനിലയിൽ ശനി എങ്ങനെയാണോ നിൽക്കുന്നത് നോക്കണം. അവരുടെ ഗ്രഹനിലയിൽ ശനി എങ്ങനെയാണോ നിൽക്കണം നോക്കണം. അതായത് ബലവാനായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ശനിയെ കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സർക്കാർ ജോലി ഒക്കെ ലഭിക്കൽ അങ്ങനത്തെ വെക്കാണ്. സർക്കാർ ജോലിന്റെ കാരകത്വം കൂടി ഉണ്ട് ശനിക്ക്, ജോലിയുടെ ഒരു കാരകത്വം കൂടി ഉണ്ട്. അപ്പോൾ ധനു, മകരം, കുംഭം, മീനം ഈ 4 രാശിയിലൂടെയൊക്കെ ശനി പിന്നെ അതായത് ഗ്രഹനിലയിൽ ഈ 4 രാശിയിലൊക്കെ ശനി നിൽക്കുന്ന ശനീന്റെ ഇഷ്ടരാശികളാണ് അതൊക്കെ. അതേപോലെ തന്നെ തുലാം രാശി, ഇതിലൊക്കെയാണ് ശനി ഗ്രഹനിലകളുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. ഏഴര ശനി സമയത്തും കണ്ടക ശനി സമയത്തൊക്കെ അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പൊതുവെ ഏഴര ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. ശനി പറഞ്ഞാൽ അത്രയും ഒരു പേടിപ്പെടുത്തുന്നൊരു
ഗ്രഹമാണ്. ശനിന്റെ ദോഷമുള്ള ആളുകൾ ചെയ്യാവുന്ന ഇത് പറഞ്ഞാൽ പ്രതിവിധികൾ പറഞ്ഞാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി എള്ളുതിരി കത്തിക്കുക, വീടുകളിലൊക്കെ എള്ളുതിരി കത്തിക്കുക, അതായത് തുളസി പറമ്പിൽ എള്ളുതിരി കത്തിക്കുക, അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ പോയി അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ നടത്തുക. ഇതൊക്കെ ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കും. ഇപ്പോൾ ഏഴര ശനി അനുഭവിക്കുന്ന കുംഭം രാശിപ്പെട്ടവർക്കും മീനം രാശിപ്പെട്ടവർക്കും മേടരാശിപ്പെട്ട 3 രാശിക്കാർക്കാണ്. കുംഭരാശിക്കാർക്ക് പറഞ്ഞാൽ ഏഴര ശനി അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദുരിതങ്ങളൊക്കെ മാറി നല്ലൊരു സമയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മീനരാശിയിൽ പറഞ്ഞാൽ ഇപ്പോൾ അത് ജന്മക്കുറിക്കൂടെ ആയതുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. മേടരാശിപ്പെട്ട അശ്വതി ഭരണി കാർത്തികന്റെ ആദ്യ കാൽഭാഗം അവർക്ക് ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി വരുന്നുണ്ടാവുള്ളൂ. അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്കാണ് ഇപ്പോൾ ഏഴര ശനിയുടെ ഒരു സമയം. കാർത്തികന്റെ ആദ്യ കാൽഭാഗമാണ് അതേപോലെ തന്നെ അവിട്ടത്തിന്റെ ആദ്യത്തെ അരഭാഗം ഉണ്ടാവില്ല, അവസാനത്തെ അരഭാഗം മുതലായിട്ട്. അപ്പൊ ഇത്തരം വീഡിയോകൾക്ക് വേണ്ടവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.